നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 സന്ധ്യാദീപം. പരിപൂർണതയുടെ പ്രതീകമാണ് ഗണപതി. ഗണപതി ഭഗവാന്റെ രൂപം, വസ്ത്രം, ആയുധങ്ങൾ, അലങ്കാരങ്ങൾ തുടങ്ങിയവ ശ്രദ്ധിച്ചാൽ ഒരാൾ എങ്ങനെയാണ് നേതൃത്വാദർശമായി തീരുന്നതെന്ന് എളുപ്പം മനസ്സിലാക്കാൻ കഴിയും. ഗണനാഥൻ സ്വന്തം രൂപഭാവാദികളിലൂടെ പഠിപ്പിക്കുന്ന പാഠങ്ങൾ ഉൾക്കൊണ്ട് പ്രാവർത്തികമാക്കിയാൽ നമുക്ക് നമ്മുടെ കർമ്മരംഗങ്ങളിൽ വിജയകരമായ നേതൃത്വം നൽകാനാകും. നേതാവിന് അനിവാര്യമായി ഉണ്ടായിരിക്കേണ്ടത് സ്വഭാവ ഗുണമാണ്. ഗണപതി ഗുണനിധിയാണെന്ന് പറയുന്നത് പ്രസിദ്ധമാണ്. പക്ഷേ അവനവന് സ്വഭാവ ഗുണമുണ്ടായതുകൊണ്ട് മാത്രം സഫലമായി മറ്റുള്ളവരെ നയിക്കാൻ കഴിയണമെന്നില്ല. അനുയായികളെ നയിക്കാൻ ചില അധിക യോഗ്യതകൾ കൂടി വേണം. ഇവയെ സൂചിപ്പിക്കുന്ന പല ലക്ഷണങ്ങളും ഗണേശ രൂപത്തിൽ കാണാൻ കഴിയും. ഗണപതിയുടെ ശിരസിൽ ഒരു ചന്ദ്രക്കല ധരിച്ചിട്ടുണ്ട്. വളരെ നേരിയ ചന്ദ്രക്കലയിലൂടെ വ്യക്തമാക്കുന്ന ഒരു നേതൃത്വ ഗുണമുണ്ട്. അന്യർക്കുള്ള അല്പമായ മഹത്വത്തെ പോലും ഉയർത്തിക്കാട്ടണം എന്ന് സൂചിപ്പിക്കുന്നതാണ് ആ ചന്ദ്രക്കല. തുടർന്ന് നമ്മെ പ്രചോദിപ്പിക്കുന്ന ഗുരുവചനം കേൾക്കാം. വലിയ ത്യാഗങ്ങൾ കൊണ്ടേ വലിയ സംഗതികൾ ചെയ്യാൻ കഴിയൂ. ഇനി ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവാനന്ദലഹരിയിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ആലപിക്കുന്നത് കേൾക്കാം. വസ്ത്രോദ്ധൂതവിധൗ സഹസ്രകരത പുഷ്പാർച്ചനെ വിഷ്ണുദാ ഗന്ധേ ഗന്ധവഹാത്മതാന്നപചനെ ബർഹിർമുഖാധ്യക്ഷതാ പാത്രേ കാഞ്ചനഗർഭതാസ്തി മയി ചേത് ബാലേന്ദുചൂഡാമണേ ശുശ്രൂഷാം കരവാണി തേ പശുപതേ സ്വാമിൻ ത്രിലോകീ ഗുരോ. സന്ധ്യാദീപം. അടുത്തതായി ശങ്കരകൃതികളെ വ്യാഖ്യാനം ചെയ്യുന്ന ശങ്കരസ്തോത്രാമൃതം. 3 ലോകത്തിൻ്റെയും അജ്ഞാനാന്ധകാരത്തെ നീക്കുന്ന ശ്രീ പരമേശ്വര, അങ്ങയെ പൂജ ചെയ്യാം. എങ്ങനെയെന്നാൽ വസ്ത്രത്തെ അർപ്പണം ചെയ്യുന്ന സമയത്ത് എനിക്ക് സൂര്യൻ്റെ ഭാവമുണ്ടെങ്കിൽ, പക്ഷേ എനിക്ക് ആ ഭാവമില്ലല്ലോ. അതുപോലെ പുഷ്പാർച്ചന ചെയ്യുന്ന സമയത്ത് എനിക്ക് വിഷ്ണുവിൻ്റെ ഭാവമുണ്ടെങ്കിലും അങ്ങനെ പൂജിക്കാം. അത്തരമൊരു ഭാവവും എനിക്കില്ലല്ലോ. ഇപ്രകാരം പരിമിതി വ്യക്തമാക്കുന്ന അല്ലെങ്കിൽ ഈ ഭാവമെല്ലാം തന്നിൽ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന ഭക്തന്റെ പ്രാർത്ഥനയാണ് ഇന്ന് ശങ്കരസ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത്. ശങ്കരകൃതികളിൽ ശിവാനന്ദ ലഹരിയിൽ 29 ശ്ലോകങ്ങൾ നമ്മൾ പൂർത്തിയാക്കി. അവിടെ പരമമായ
ആനന്ദോപദേശം, ബ്രഹ്മോപദേശം, സൗഖ്യപ്രദമായ ഉപദേശം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചു. അതിന് മുൻപായിട്ട് സകലവിധ കരണങ്ങളെ കൊണ്ടും ഞാൻ പൂജിക്കുന്നു എന്ന് പ്രതിജ്ഞയും ചെയ്തു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഒരു ശ്ലോകം വരുന്നത്. സകല കരണങ്ങളെ കൊണ്ട് ഞാൻ പൂജിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെയും ചിന്ത വരികയാണ്, എങ്ങനെയാണത് സാധിക്കുക, എങ്ങനെ പൂജ ചെയ്യും എന്ന്. അതെങ്ങനെ? വസ്ത്രോദ്ധൂതവിധൗ സഹസ്രകരത പുഷ്പാർച്ചനേ വിഷ്ണുത ഹേ ബാലേന്ദു ചൂടാമണേ, ഹേ പശുപതേ, ഹേ സ്വാമിൻ, ഹേ ത്രിലോകീ ഗുരോ, എല്ലാം സംബോധനകളാണ്. ബാലേന്ദു ചൂടാമണേ, ബാലേന്ദുവെ, ചന്ദ്രക്കലയെ മൂർധാവിൽ ചൂടയിൽ ധരിച്ചിട്ടുള്ളവൻ. ആരുടെ മൂർധാവിലാണോ മണിയായി പ്രശോഭിക്കുന്നത്, ബാലേന്ദു, ചന്ദ്രക്കല, അവനാണ് ബാലേന്ദു ചൂടാമണി. സംബോധനയാണ്, ഹേ ബാലേന്ദു ചൂടാമണേ, ചന്ദ്രക്കലയെ മൂർധാവിൽ ധരിച്ചവനെ, ഹേ സ്വാമിൻ, അല്ലയോ സ്വാമിൻ, അല്ലയോ സകല ജഗത്തിനും യജമാനനായവനെ, സർവപ്രപഞ്ചത്തെയും നിയന്ത്രിക്കുന്നവനെ, ഹേ ത്രിലോകീ ഗുരോ, അല്ലയോ 3 ലോകത്തിനും ഗുരുവായിട്ടുള്ളവനെ, 3 ലോകത്തിനും ഗുരുവായിട്ടുള്ളവനെ, 3 ലോകത്തിൻ്റെയും അന്ധകാരത്തെ, അജ്ഞാനാന്ധകാരത്തെ മുഴുവൻ നീക്കുന്നവനെ, ത്രിലോകീ ഗുരു. ഇത്രയും സംബോധന ചെയ്തിട്ട് പറയുകയാണ്, ശുശ്രൂഷാം കരവാണി, ശുശ്രൂഷയെ ചെയ്തു കൊള്ളാം, അങ്ങയുടെ പൂജയെ സേവയെ ചെയ്തു കൊള്ളാം. എങ്ങനെയാണെങ്കിൽ, അവിടെയാണ് വളരെ ശ്രദ്ധേയമായ പരാമർശം. വസ്ത്രോദ്ധൂത വിധൗ സഹസ്രകരത, വസ്ത്രത്തെ അർപ്പണം ചെയ്യുന്ന സമയത്ത് സഹസ്രകരത, സഹസ്രകരൻ 1000 കൈകളോട് കൂടിയവൻ, 1000 രശ്മികളോട് കൂടിയവൻ സൂര്യൻ. അപ്പോൾ വസ്ത്രത്തിനെ അർപ്പണം ചെയ്യുന്ന സമയത്ത്, ഉപചാരം ചെയ്യുന്ന സമയത്ത് എനിക്ക് സൂര്യൻ്റെ ഭാവമുണ്ടെങ്കിൽ ചെയ്യാമായിരുന്നു, അതെനിക്കില്ലല്ലോ. അതുപോലെ പുഷ്പാർച്ചനേ വിഷ്ണുത, പുഷ്പാർച്ചനം ചെയ്യുന്ന സന്ദർഭത്തിൽ എനിക്ക് വിഷ്ണുവിൻ്റെ ഭാവമുണ്ടെങ്കിൽ, സർവവ്യാപകമായ ലക്ഷണമുണ്ടെങ്കിൽ പുഷ്പാർച്ചനം ചെയ്യാമായിരുന്നു. ഗന്ധേ ഗന്ധവഹാത്മത, ഗന്ധമർപ്പിക്കുന്ന സമയത്ത് വായുവിൻ്റെ ഭാവം എനിക്ക് ഉണ്ടെങ്കിൽ അത് ചെയ്യാമായിരുന്നു. അന്നപചനേ ബർഹിർമുഖാധ്യക്ഷത, അന്നം സമർപ്പിക്കുന്ന സമയത്ത്, അന്നോപചാരം ചെയ്യുന്ന സമയത്ത് എനിക്ക് ദേവേന്ദ്ര പദമുണ്ടെങ്കിൽ അത് ചെയ്യാമായിരുന്നു. പാത്രേ കാഞ്ചനഗർഭത, അർഘ്യപാത്രം സമർപ്പിക്കുന്ന സമയത്ത് എനിക്ക് ഹിരണ്യഗർഭൻ്റെ ഭാവമുണ്ടെങ്കിൽ അത് സമർപ്പിക്കാമായിരുന്നു. ഹേ ചന്ദ്രക്കലയെ ശിരസിൽ ധരിച്ചവനെ, എന്നിരിക്കെ ഞാൻ എങ്ങനെയാണ് ശുശ്രൂഷാം കരവാണി, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ശുശ്രൂഷയെ ചെയ്യാമായിരുന്നു എന്ന് പറയുമ്പോൾ അവിടെ 2 അർത്ഥങ്ങളാണ് വരുന്നത്. ഒന്ന്, ഇതൊന്നും എനിക്ക് സംസിദ്ധമല്ലാത്തത് കൊണ്ട് അങ്ങയെ പൂജിക്കാനുള്ള സാമർഥ്യം എനിക്കില്ല, അതാണൊരു അർത്ഥം. മറ്റൊരർത്ഥം, അങ്ങയെ പൂജിക്കുന്നതിലൂടെ ഈ ഭാവങ്ങളെല്ലാം എനിക്ക് സിദ്ധമാകണമേ, അഥവാ അങ്ങയെ പൂജിക്കുന്നതോടുകൂടെ എനിക്ക് ഈ ഭാവങ്ങളെല്ലാം സിദ്ധമാകുന്നു. ഈ 2 അർത്ഥങ്ങളും അവിടെ പറയാം.
അത് വിശദമായി ചിന്തിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പോൾ ദേവന്മാർ മുതൽ പിശാചി വരെ സകലവും പശുക്കളാണ്. ആ പശുക്കളുടെ പതി ആയതുകൊണ്ടാണ് ഭവൻ സർവേശ്വരൻ പശുപതി എന്നറിയപ്പെടുന്നത്. ഹേ പശുപതേ, അങ്ങയുടെ പൂജയെ ഞാൻ ചെയ്യാം എന്ന് പറയുക ചെയ്യണത്. ഈ ശ്ലോകം ഒന്നുകൂടി വിചാരം ചെയ്യേണ്ടതുണ്ട്. അത് അടുത്ത പ്രാവശ്യമാവട്ടെ. ഓ തുടർന്ന് ക്ഷേത്രങ്ങൾ സാധനാകേന്ദ്രങ്ങൾ എന്ന പംക്തിയിലേക്ക്. ക്ഷേത്രങ്ങൾ മോക്ഷമാർഗത്തിലേക്ക് നയിക്കുന്ന പുണ്യകേന്ദ്രമാണെന്ന് വ്യക്തമാക്കുന്നു കണ്ണൂർ തളിപ്പറമ്പ് ശ്രീ രാജരാജേശ്വര ക്ഷേത്രം തന്ത്രി ജയനാരായണൻ. നമ്മൾ നേരത്തെ തന്ത്രശാസ്ത്രത്തെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ ഒരു ആന്തരികമായ ശാസ്ത്രമായിട്ടുള്ള തന്ത്രശാസ്ത്രം എങ്ങനെ ക്ഷേത്ര സംവിധാനത്തിലേക്ക് എടുക്കുന്നു എന്നുള്ളത് നേരത്തെ ചർച്ച ചെയ്തതാണ്. എന്നാൽ ഒരു ഉപാസനാതലത്തിൽ ഒരു സാധാരണ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, സാധാരണ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മോക്ഷപ്രാപ്തിക്കുള്ള, അവൻ്റെ സാധനാപ്രാപ്തിക്കുള്ള മാർഗമായി അല്ലെങ്കിൽ അതിനുള്ള കേന്ദ്രമായി ഒരു ക്ഷേത്രം മാറുന്നത് എങ്ങനെയാണ്? ഒരു ക്ഷേത്രം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിലുള്ള വിഗ്രഹം എന്നുള്ളത് പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ബിംബം എന്നൊരു വാക്കുകൂടി വിഗ്രഹത്തിന് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എന്താണ് ബിംബം? ബിംബിക്കുന്നതെന്തോ അല്ലെങ്കിൽ പ്രതിബിംബിക്കുന്നതെന്തോ അതാണ് ബിംബം. നമുക്ക് ഉദാഹരണമായിട്ട് മൂലബിംബമെന്നും അർച്ചനാബിംബമെന്നും പലതരത്തിലുള്ള ബിംബങ്ങളെപ്പറ്റി നമ്മൾ പറയാറുണ്ട്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം ബിംബം എന്ന് പറയുന്ന വാക്ക് പ്രതിബിംബിക്കുന്നതെന്തോ അതാണ് ബിംബം എന്നുള്ള ഒരു വാക്കർത്ഥം തന്നെ നമുക്കവിടെ എടുക്കാം. എന്താണ് അവിടെ ബിംബിക്കേണ്ടത്? നമ്മൾ പലപ്പോഴും ശബരിമല, പ്രത്യേകിച്ച് ശബരിമല സീസണിൽ അല്ലെങ്കിൽ ശബരിമലയായിട്ട് ബന്ധപ്പെടുന്ന വിഷയങ്ങളിൽ മാത്രം ചർച്ച ചെയ്യാറുള്ള ഒരു കാര്യമാണ് തത്വമസി എന്ന് പറയുന്ന ഒരു വാക്യം. ശബരിമലയിൽ മാത്രമല്ല, കേരളത്തിലുള്ള നമ്മുടെ ഓരോ ക്ഷേത്രങ്ങളിൽ പോയി കഴിഞ്ഞാലും ഈ തത്വമസി എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിന് വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. തത്വമസി, അത് തന്നെയാണ് നീ, അത് തന്നെയാണ്. അതായത് അവിടെ എന്താണോ ഇരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ എന്തിനെ തേടിയാണോ നമ്മൾ ചെല്ലുന്നത്, നിന്നിലിരിക്കുന്ന ചൈതന്യവും ആ ചൈതന്യവും ഒന്ന് തന്നെയാണെന്നൊരു തത്വത്തെയാണ് ഓരോ ക്ഷേത്രങ്ങളും നമ്മളോട് പറയുന്നത്. അതിനുള്ള ഏറ്റവും പ്രധാനമായ ഒരു ഉദാഹരണമാണ് ഈ വിഗ്രഹത്തെ ബിംബം എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും വളരെ തിരക്കുള്ള ഗുരുവായൂരിലോ ശബരിമലയിലോ ചെന്നാൽ 1-2 മണിക്കൂർ ക്യൂ നിന്നിട്ടായിരിക്കാം നമ്മൾ ഭഗവാനെ തൊഴുന്നതിന് വേണ്ടി നടയിലേക്ക് എത്തുന്നത്. കണ്ണ് കൂപ്പി നിന്ന് നമ്മൾ തൊഴാറുണ്ട്. എന്തുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്? നമ്മൾ പോലും അറിയാതെ നമ്മുടെ അന്തരവർത്തിയായിട്ടുള്ള ഏതോ ഒരു ചൈതന്യം നമ്മളെ കൊണ്ട് അവിടെ എത്തുമ്പോൾ ഒന്ന് കണ്ണടപ്പിക്കുന്നു. ഭഗവാനെ ഒരു നോക്ക് കണ്ട് പിന്നെ ആ കണ്ട ചൈതന്യം, അതായത് ആ ബിംബത്തിൽ പ്രതിബിംബിച്ചിരിക്കുന്ന ചൈതന്യം നമ്മുടെ അന്തരവർത്തിയായിട്ടുള്ള ഈശ്വരൻ തന്നെയാണ് എന്ന ആ ആത്മബോധം ഒരു സെക്കൻഡ് നേരത്തേക്കെങ്കിലും നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുവാൻ ഓരോ ക്ഷേത്ര ദർശനവും നമ്മളെ സാധിപ്പിക്കുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു സെക്കൻഡ് നേരത്തേക്കാണെങ്കിൽ പോലും നമ്മളൊന്ന് കണ്ണടച്ച് നിന്ന് പ്രാർത്ഥിക്കുന്നതും ആ അന്തരവർത്തിയായ ഈശ്വരനെ, ആ വിഗ്രഹത്തിൽ കാണുന്ന തത്വമസി, അത് തന്നെയാണ് നീ എന്ന ആ ഒരു ആത്മബോധം വളരെ ചെറിയൊരു സമയത്തേക്കെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ ആ ഒരു ദർശനം മാത്രം നമുക്ക് സാധ്യമാകുന്നു. നമ്മൾ ഗുരുവായൂരിലോ മറ്റെവിടെ പോയാലും നമുക്കിത് അനുഭവമുള്ളതാണ്. ചെറിയ കുട്ടികൾക്ക് പോലും അവരോടൊന്നും ആരും പറഞ്ഞു കൊടുക്കാതെ തന്നെ അവർ പോലും അറിയാതെ ഇത് ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും ഉള്ളിലുള്ള ഒരു ത്വര അല്ലെങ്കിൽ അന്തരവർത്തിയായ ഈശ്വരൻ സ്വയം നമ്മളുടെ ആത്മബോധത്തെ ഉണർത്തുന്നത് കൊണ്ടാണ് അങ്ങനെ സാധിക്കുന്നത്. ആ ആത്മബോധത്തെ ഉണർത്തുക എന്നുള്ളത് തന്നെയാണ് തന്ത്രം എന്ന് പറയുന്ന ലക്ഷ്യവും അതിൻ്റെ ആ ഒരു ശാസ്ത്രത്തിൻ്റെ ലക്ഷ്യവും. ആ ആത്മബോധത്തെയാണ് ഈ ക്ഷേത്രങ്ങളിലുള്ള ഇത്തരത്തിലുള്ള ദർശനം വഴി നമുക്ക് സാധിക്കുന്നത്. നിരന്തരമായ ഈ ക്ഷേത്ര ദർശനം വഴി നിരന്തരം നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോവുകയും ആരാധിക്കുകയും ചെയ്യുന്നത് വഴി ഈ ആത്മബോധം നിരന്തരം നമ്മളിൽ സ്ഫുരിക്കുകയും ആ ആത്മബോധത്തിൻ്റെ അവസാനം നമ്മൾ തീർച്ചയായും മോക്ഷം എന്ന് പറയുന്ന ആ പരമതലത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. അതിന് നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ് ഒരു ക്ഷേത്രം ഒരു സാധനാ കേന്ദ്രമായി തീരുന്നതിൻ്റെ പ്രാധാന്യം. അവസാനമായി ദീപാരാധനയാണ്.
ക്ഷേത്രസന്നിധിയിലെത്തി അവിടുത്തെ പൂജാവിശേഷങ്ങളും ക്ഷേത്ര ചരിത്രവും മനസ്സിലാക്കി ദീപാരാധന തൊഴുതു മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. ഓം കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ കൃഷ്ണ ഹരേ. ഓം കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ കൃഷ്ണ ഹരേ. പാർത്ഥസാരഥേ കൃഷ്ണ ഹരേ രാധികാപതേ കൃഷ്ണ ഹരേ. പാർത്ഥസാരഥി കൃഷ്ണ ഹരേ രാധികാപതേ കൃഷ്ണ ഹരേ. പാർത്ഥസാരഥേ കൃഷ്ണ ഹരേ രാധികാപതേ കൃഷ്ണ ഹരേ. ഓം കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ കൃഷ്ണ. ഒരു കാലഘട്ടത്തിലെ രാജഭരണത്തിന്റെ സ്മൃതികൾ ഉറങ്ങുന്ന വഴികളിലൂടെ തന്നെയാണ് എരുവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള യാത്ര തുടങ്ങുന്നത്. എരുവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ ചരിത്ര കഥകളിൽ നിറഞ്ഞു നിൽക്കുന്നതും കായംകുളം രാജവംശത്തിന്റെ ക്ഷേത്രവുമായുള്ള ആത്മീയ ബന്ധം തന്നെയാണ്. യുഗാന്തരങ്ങളോളം പഴക്കമുണ്ട് ഭാരതത്തിലെ രാജപരമ്പര കഥകൾക്ക്. അതുകൊണ്ട് തന്നെ രാജഭരണങ്ങളെക്കുറിച്ചും രാജധർമ്മങ്ങളെക്കുറിച്ചും രാജനീതികളെക്കുറിച്ചുമൊക്കെ എത്രയെത്ര കഥകളാണ് നമുക്ക് മുന്നിലുള്ളത്. ഇതിഹാസങ്ങളായ രാമായണത്തിലും മഹാഭാരതത്തിലുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഭഗവാൻ അതാത് കാലഘട്ടങ്ങളിൽ ധർമ്മം പുനഃസ്ഥാപിക്കാനായി ഓരോരോ വേഷത്തിലും ഭാവത്തിലും അവതരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഭാരതത്തിലെ പല രാജവംശങ്ങളുടെയും ചരിത്രവുമായി ബന്ധപ്പെട്ട് എവിടെയെങ്കിലും ഒരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവും നിലനിൽക്കുന്നു. അങ്ങനെയെങ്കിൽ ഇതാ ഇവിടെ എരുവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവും കായംകുളം രാജവംശത്തിൻ്റെ കഥകളുമായി കെട്ടുപിണഞ്ഞു കിടക്കുന്നു എന്നത് ഒരു ചരിത്ര സത്യം. പക്ഷേ എരുവ ഗ്രാമത്തിൻ്റെ ചരിത്രത്തിന് യുഗങ്ങൾക്കപ്പുറത്തെ മറ്റൊരു കഥയുമായും ബന്ധമുണ്ട് എന്നതാണ് മറ്റൊരു മഹാത്ഭുതം. അതും ദ്വാപരയുഗത്തിലെ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ കാലഘട്ടവുമായി. സർവവ്യാപിയായ ഭഗവാൻ പ്രപഞ്ചത്തിലെ ഓരോ സൂക്ഷ്മ ബിന്ദുവിലും കാലാന്തരങ്ങളില്ലാതെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണല്ലോ. മഹാഭാരത കഥ നടക്കുന്ന കാലത്ത് അർജുനനും കൃഷ്ണനും കൂടി ഈ വഴി നടന്നു പോവുകയുണ്ടായി. ആ കാലത്ത് അമ്പലപ്പുഴ മുതൽ ഇങ്ങോട്ട് എരുവയുടെ കിഴക്കൻ പ്രദേശങ്ങൾ വരെ ഖാണ്ഡവവനം എന്ന മഹാവനമായിരുന്നത്രേ. അഗ്നിദേവന്റെ ഉദരരോഗം മാറ്റുവാനായി ബ്രഹ്മദേവന്റെ നിർദ്ദേശപ്രകാരം മഹാ ഔഷധങ്ങൾ നിറഞ്ഞ ഖാണ്ഡവവനം ഭക്ഷണമാക്കേണ്ടതുണ്ട്. പക്ഷേ ഖാണ്ഡവവനത്തിൽ അധിവസിക്കുന്ന തക്ഷകൻ അഗ്നിയെ തോൽപ്പിക്കുന്നതിനായി ദേവേന്ദ്രന്റെ സഹായം തേടുന്നു. വനദാഹത്തിന് തടസ്സമായി ഇന്ദ്രൻ മഴയുടെ താണ്ഡവം നടത്തുമെന്നായപ്പോൾ അഗ്നിദേവൻ ഭഗവാൻ ശ്രീകൃഷ്ണന് മുന്നിൽ തൻ്റെ സങ്കടം സമർപ്പിക്കുകയും ഭഗവാന്റെ നിർദ്ദേശപ്രകാരം അർജുനൻ ഖാണ്ഡവവനത്തിന് മുകളിലെ ആകാശത്തിൽ അമ്പെയ്ത് ശരകൂടമുണ്ടാക്കി മഴ തടയുകയും അഗ്നിദേവൻ ഖാണ്ഡവദഹനം നടത്തുകയും ചെയ്യുന്നു. അങ്ങനെ ഖാണ്ഡവവനം എരിയാൻ തുടങ്ങിയ സ്ഥലമാണ് എരുവ എന്ന നാമത്തിൽ അറിയപ്പെടുന്നത്. എരുവയുടെ സമീപ പ്രദേശങ്ങളായ പത്തിയൂർ, ഏവൂർ, മണ്ണാറശാല തുടങ്ങി കുട്ടനാടിൻ്റെ തീരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നിരവധി പ്രദേശങ്ങൾക്ക് ഖാണ്ഡവദഹനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പല തെളിവുകളും ഇന്നും സാക്ഷി നിൽക്കുന്നു എന്നത് ചരിത്രം. സച്ചിദാനന്ദ സ്വരൂപമായ ഭഗവാന്റെ പാദസ്പർശമേറ്റ മണ്ണിൽ തന്നെയാണ് ഭഗവാന്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന എരുവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു എന്നത് ആനന്ദകരമായ കാര്യം തന്നെയാണ്. പുരാതന കാലത്ത് എരുവ ക്ഷേത്രം ഇന്നു കാണുന്നതിലും
വളരെ വലുപ്പമേറിയതായിരുന്നുവെന്നും അന്നേ സ്വർണ്ണക്കൊടിമരവും മറ്റുമുണ്ടായിരുന്നതായും വിശ്വസിക്കപ്പെടുന്നു. മാർത്താണ്ഡവർമ്മയുടെ ആക്രമണകാലത്ത് കൊടിമരം വെട്ടി പടിഞ്ഞാറ് വശത്തുള്ള വലിയ ചിറയിൽ നിക്ഷേപിച്ചതായി പഴമക്കാർ പറഞ്ഞറിവുണ്ട്. എരുവയിലെ ഈ വിശാലമായ കുളത്തിനടിയിൽ മണ്ണ് മൂടപ്പെട്ട് കൊടിമരം കിടപ്പുണ്ട് എന്നാണ് വിശ്വാസം. മറ്റ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ നിന്ന് എരുവ ക്ഷേത്രത്തിനുള്ള ഒരു പ്രത്യേകത ക്ഷേത്രം പടിഞ്ഞാറോട്ട് ദർശനമായി നിൽക്കുന്നു എന്നതാണ്. സാധാരണ ഭഗവാന്റെ ഉഗ്രമൂർത്തി ഭാവങ്ങളാണ് പടിഞ്ഞാറോട്ട് ദർശനമായി വരിക. ആദ്യകാലത്ത് കായംകുളം രാജാവ് ഉപാസിച്ചിരുന്നത് നരസിംഹ രൂപത്തിലുള്ള പ്രതിഷ്ഠയായിരുന്നുവെന്നും നൂറ്റാണ്ടുകൾക്ക് മുൻപ് ക്ഷേത്രം പുതുക്കിപ്പണിതപ്പോൾ ഉഗ്രമൂർത്തികൾക്കെന്ന പോലെ പടിഞ്ഞാറോട്ടുള്ള ദർശനത്തിൽ ചതുർബാഹുവായ വിഷ്ണു വിഗ്രഹം പ്രതിഷ്ഠിച്ച് പൂജിക്കുവാനും തുടങ്ങി. അന്നു മുതൽ ഭഗവാനെ ഉണ്ണിക്കണ്ണനായി സങ്കല്പിച്ച് ഭക്തജനങ്ങൾ ആരാധിക്കുവാൻ തുടങ്ങിയെന്നുമാണ് പറയപ്പെടുന്നത്. ഉണരുമ്പോൾ ഭഗവാന്റെ സങ്കല്പപാദങ്ങളിൽ നമ്മെ സമർപ്പിക്കുന്നതായും ഉണർന്നിരിക്കുമ്പോൾ സദാ മന്ത്രജപം നടത്തുന്നതായും ഉറങ്ങുമ്പോൾ ഭഗവാന്റെ മടിത്തട്ടിൽ ഉറങ്ങുന്നതായും സങ്കല്പിച്ച് അങ്ങനെ സർവ്വചലനങ്ങളും ഭഗവാനിൽ അർപ്പിക്കുന്ന ഒരു ആത്മീയ സംസ്കാരം നിലനിർത്തുക എന്നതുതന്നെയാണ് ഇവിടുത്തെ ഓരോ കൂട്ടായ്മയുടെയും പരമമായ ലക്ഷ്യം. ശ്രീ ഗുരുവായൂരിലെത്തി മരപ്രഭുവാക്കിയൊരപരാധം ക്ഷമിച്ചൊരാ മാനസവ്യാസം കാണാൻ ശ്രീ ഗുരു പവനപുരേശനെ കാണാൻ ദ്വാരക തേടി പാമര ജന്മം ശ്രീ ഗുരുവായൂരിലെത്തി മരപ്രഭുവാക്കിയൊരപരാധം ക്ഷമിച്ചൊരാ മാനസവ്യാസം കാണാൻ ശ്രീ ഗുരു പവന. ദീപങ്ങൾ തെളിഞ്ഞു തുടങ്ങി. പ്രദോഷ പൂജയ്ക്കുള്ള ഒരുക്കങ്ങളായി. പൂന്താനം നീട്ടിയ പാനയിൽ നിറയെ മധുകണം തൂകിയില്ലേ, പാട്ടിൻ പാലാഴി ചുരത്തിയില്ലേ. പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാം നാരായണേന സ്വയം വ്യാസേന ഗദിതാം പുരാണമുനിനാം മധ്യേ മഹാഭാരതം. മധുരയിൽ ഭഗവാന്റെ മണിമേട പൂകിയ കുചേലവൃത്തമായെന്നും ഞാൻ നിന്റെ കരുണയ്ക്കായി കാത്തു നിൽക്കുന്നു. മധുരയിൽ ഭഗവാന്റെ മണിമേട പൂകിയ ഇനി ഇന്ദ്രിയങ്ങളിൽ നിന്ന് ഭഗവാന്റെ രൂപം ആത്മാവിലേക്ക് ലയിച്ചു ചേർന്ന് പരമാത്മാവിനെ അറിയാനുള്ള യാത്രകളുടെ തുടർച്ചയെന്നോണം ഭഗവാന് മുന്നിൽ തൊഴുകൈകളുമായി നിൽക്കാം. ഈ ആത്മപൂജകളിൽ അലിഞ്ഞു ചേർന്ന് ഭക്തഹൃദയങ്ങൾ വൃന്ദാവനങ്ങളാവട്ടെ. എരുവ ശ്രീകൃഷ്ണസ്വാമിയുടെ അനുഗ്രഹം ഏവർക്കും ഉണ്ടാകട്ടെ.